നിങ്ങൾ ഞങ്ങൾക്കെതിരെ എറിഞ്ഞ കല്ലുകൾ ഞങ്ങൾ ആയുധമാക്കി, തച്ച് തകർത്തപ്പോഴെല്ലാം ഞങ്ങൾ ഉശിരോടെ ഉയർത്തെഴുന്നേറ്റു. പോലീസും പട്ടാളവുമായി നിങ്ങൾ ഉറഞ്ഞു തുള്ളിയപ്പോ നെഞ്ചൂക്കും സത്യത്തിന്റെ ബലവുമായി ഉരുക്കുപോലെ ഞങ്ങൾ ഉറച്ചു നിന്നു. അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അസഹിഷ്ണുവായ ഒരു ജനതയെ കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്തു. ആ വിളംബരം അങ്ങ് വത്തിക്കാനിലെത്തി. ആരും തുണയില്ലാതിരുന്ന ദൈവജനത്തിന് തുണയായി ദൈവം തന്റെ പ്രതിനിധിയെ ഏർപ്പാടാക്കി. 2021 ഫ്രാൻസിസ് പാപ്പ കരിയിൽ പിതാവിലൂടെ എറണാകുളത്തിന് നീതി നൽകി. എന്നാൽ മാർപ്പാപ്പയ്ക്കെതിരെ സിനഡ് നിലപാടെടുത്തു. മാർപ്പാപ്പയുടെ തീരുമാനം സിനഡ് ദുർബലപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ 2024 എന്ത് വിട്ടുവീഴ്ച ചെയ്തും എറണാകുളത്തെ ചേർത്ത് നിർത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ മെത്രാന്മാരോട് പറഞ്ഞു. ഇക്കാര്യം വെളിപ്പെടുത്തിയത് മെത്രാപ്പോലിത്തൻ വികാരി പാംപ്ലാനി മെത്രാനാണ്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സംവിധാനം തന്നെ മാർപ്പാപ്പ പിൻവലിച്ചു. നോക്കൂ, കുർബാന പ്രശ്നത്തിന്റെ ആദ്യപാദത്തിലും ഇപ്പോഴിത് അന്ത്യപാദത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളത്തെ ദൈവജനത്തിനൊപ്പമായിരുന്നു. ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് എറണാകുളത്തിന് വേണ്ടി വത്തിക്കാനിൽ അഡ്വക്കേറ്റ് ചെയ്തത്. തറയിൽ മെത്രാനെ, നീതി തേടിയ ജനത്തിനൊപ്പം ഫ്രാൻസിസ് പാപ്പ നിലപാടെടുത്തു എന്നറിയുമ്പോൾ താങ്കൾക്ക് ചൊറിയും. താങ്കൾ വെറും ശിശുവല്ലേ, ആർച്ച് ബിഷപ്പുമാരിൽ ഏറ്റവും ജൂനിയർ. അധികം പിടയ്ക്കണ്ട, അവിടെ നിൽക്ക്.